ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി നാൾ കൂടിയാണ് എല്ലാവരെയും കാണുന്നത്. ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസിയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയില് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, ഞങ്ങൾ UK-യിലായിരുന്നു. ഈ റീസെന്റ് ലാസ്റ്റ് മന്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ അറിയുന്ന കുറെ പേര്, അത് നാട്ടിലുള്ളവർ, UK-യിലോട്ട് വരാനിരിക്കുന്നവരും UK-യിലുള്ള റീസെന്റ് വന്നവരും ഒക്കെ ഒത്തിരി പേര് ചോദിച്ചു, എന്തുകൊണ്ടാണ് UK ലീവ് ചെയ്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോ അറിയാവുന്ന അവിടെ UK-യിലുള്ളവർ തന്നെ ചോദിച്ചു ഓസ്ട്രേലിയ എങ്ങനെയുണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്, കുറെ മെസ്സേജുകൾ, അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരെയും കാണുകയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഈ വീഡിയോയില് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തത്, ബാക്കിയുള്ളവർക്കൊക്കെ കുറെ റീസൺസും കുറെ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തത് എന്നുള്ളത് ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും, ഞങ്ങൾ ശരിക്കും ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് തുടങ്ങിയത് 2019-ലാണ്. ഇപ്പോൾ UK അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഫ്ലോയുടെ പുറകെ പോയതൊന്നുമല്ല. 2019, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ എങ്ങനെ പോകാം, ഓസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് മുതലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2019 ഞാൻ OET ഒക്കെ പാസ്സായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി ഓസ്ട്രേലിയയുടെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. ഒരു 75% ആയപ്പോഴാണ് 2020, അതായത് 2019 ലാസ്റ്റില് കോവിഡ് വന്ന് ഓസ്ട്രേലിയ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ OET ഒക്കെ വാലിഡിറ്റി എക്സ്പയർ ആകാൻ പോവുകയാണ്. അതുകൊണ്ട് അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു രാജ്യത്തോട്ട് പോയി നിന്നുകൊണ്ട്, അയർലൻഡ് അല്ലെങ്കിൽ UK അതായിരുന്നു ഓപ്ഷന്, അവിടെ പോയി നിന്നുകൊണ്ട് ബാക്കി പ്രോസസ്സിംഗ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ UK-യിലോട്ട് മൂവ് ചെയ്തത്. അല്ലാതെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ ആ ഒരു ഫ്ലോയുടെ പുറകെ പോയതൊന്നുമല്ല ഞങ്ങള്. പിന്നെ ഓഫ് കോഴ്സ് അന്ന് നാട്ടിൽ നിന്ന് നമുക്ക് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കടമ്പകൾ കുറച്ച് അധികമാണ്. അതായത് അവിടുന്ന് നമ്മൾ ENGLISH എഴുതി ഇവിടെ വന്ന് പിന്നെ ഇവിടെ ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് വന്ന് ഓസ്കി ചെയ്ത് കഴിഞ്ഞ് പാസ്സായി പിന്നെ ജോലി കണ്ടുപിടിച്ച് തിരിച്ചു പോയി. അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റെപ്പൊക്കെ കുറച്ച് കഠിനമായിരുന്നു അന്ന്. അതിനുള്ള എക്സ്പെൻസും വളരെ അധികമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് എന്നാലും ഏതെങ്കിലും ഒരിടത്ത് പോയി നിന്ന് അവിടുന്ന് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അന്നേ ഞങ്ങൾ UK-ക്ക് വന്നത്. അപ്പോൾ UK-ക്ക് വന്ന് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓഫ് കോഴ്സ് പ്രോസസ്സിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ ഈ ലാസ്റ്റ് മന്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയത്. UK-യിൽ ഞങ്ങൾ ചെന്നപ്പം അവിടെ എല്ലാം കൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അതായത് എന്റെ ജോലി സ്ഥലത്താണെങ്കിലും ജോലിയാണെങ്കിലും താമസ സൗകര്യമാണെങ്കിലും ഹസ്ബൻഡിനും ജോലിയൊക്കെ കിട്ടി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാം ഹാപ്പി ആയിരുന്നു. പക്ഷേ അവിടെ ഞങ്ങളെ ഒട്ടും ഹാപ്പി ആക്കാത്ത, വളരെ ഡിസപ്പോയിന്റ് ആയിരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാല് വെതർ. അതായത് ഒരു 9 മാസം അവിടെ കോൾഡ് ക്ലൈമറ്റ് ആണ്. അതിലൊരു 5 മന്ത്സോളം എക്സ്ട്രീം കോൾഡാണ്, സ്നോഫോൾ ഉണ്ട്. ഈ സമയങ്ങളിലൊന്നും നമ്മുടെ കുട്ടികൾക്കൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് കളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം എന്റെ 2 പേരും നാട്ടിലുണ്ടായവരാണ്. അപ്പൊ അവര് നാട്ടിലൊക്കെ നന്നായിട്ട് പുറത്തൊക്കെ പോയി കളിച്ചൊക്കെ വളർന്ന അവർക്ക് അവിടെ ചെന്നപ്പോ, എസ്പെഷ്യലി എന്റെ മൂത്തവന് ഭയങ്കര ഡിസപ്പോയിന്റ് ആയി. അപ്പൊ അവർക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല, ഒന്ന് സൈക്കിൾ കളിക്കാനോ ഒന്ന് ഫുട്ബോൾ കളിക്കാനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു 9 മാസം, അവിടുത്തെ 9 അല്ല, ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് സമ്മർ കിട്ടിയത് 1 മാസം കഷ്ടിച്ച് കിട്ടിയെങ്കിലേ ഉള്ളൂ UK-ല്. അപ്പൊ അതുകൊണ്ട് അവർ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. അതല്ലാതെ തന്നെ ചെറിയവന് ഒരു അലർജിയുടെ ഇഷ്യൂ ഉള്ള, അപ്പം ഈ തണുപ്പ് കാലത്ത് മുഴുവൻ ഇവന് കോൾഡ് വന്നിട്ട് പനി, ജലദോഷം, സ്കൂളിലേ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങള് ടോട്ടലി ഡിപ്രസ്ഡ് ആയി. ആ ഒരു ഫാക്ടറും ആണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെയും ഈ പ്രോസസ്സിംഗ് റീസ്റ്റാർട്ട് ചെയ്യാം, ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം എന്ന് ഞങ്ങൾ ചിന്തിച്ചത്. അല്ലെങ്കിൽ കോൾഡ് ഒന്നും പ്രശ്നമില്ലാത്തവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും UK ഒരു പ്രശ്നമുള്ള സ്ഥലമാണെന്നോ അങ്ങനെയൊന്നും. ഞങ്ങളെ സംബന്ധിച്ച് അതായിരുന്നു. മേ ബി മറ്റുള്ളവർ വേറെ ഫാക്ടേഴ്സ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വെതർ ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അതായിരുന്നു ഞങ്ങൾ മോസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പം കുട്ടികൾ എപ്പോഴും സിക്കാവുന്നു, അവർക്കൊരു എക്സ്പോഷർ ഇല്ല. ആ ഒരു റീസൺ കൊണ്ടാണ് ഫസ്റ്റ് തിങ് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു അട്രാക്റ്റീവ് ഫീച്ചറായി തോന്നിയത് ഹൗസസ് ആണ്.
അത് വലിയ വീടുകൾ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയ വീടുകൾ, അതിനോട് അനുബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങൾ, ഓടി നടക്കാൻ, പിള്ളേർക്കൊന്ന് ഓടി നടക്കാൻ, നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കൃഷി ചെയ്യാം. നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നവരാകുമ്പോൾ നമ്മൾ കുറച്ച് കൃഷി, നമ്മൾ ചെടികൾ അങ്ങനത്തെയൊക്കെ. യു കെയിൽ അതിനൊരു പോസിബിലിറ്റിയേ ഇല്ല. കാരണം നമ്മൾ യു കെയിൽ ചെടികളൊക്കെ വെച്ചാൽ തന്നെ ഈ കോൾഡ് വെതറിൽ അതെല്ലാം പോകും. ഇപ്പൊ ഈ 3 മാസം നമ്മളെല്ലാം നട്ട് ഒന്ന് പുഷ്പിച്ച് വരുമ്പോഴത്തേക്കും അത് ഈ കോൾഡ് വെതറിലെല്ലാം പോകും. അത് പോയിട്ട് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം വലിയ വീടുകൾ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയ വീടുകൾ, പിന്നെ അതിനോട് ഇച്ചിരി സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് കൃഷി ചെയ്യാം. കൃഷി ചെയ്താൽ നാട്ടിലെ പോലെ തന്നെ എല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ടാവും. ആ ഒരു റീസണും ഞങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. അതും ഒരു മെയിൻ റീസൺ ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളത്. അടുത്ത ഫാക്ടർ ഒരു മെയിൻ ഫാക്ടർ ആണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതൊരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സാലറി, യു കെയിലെ സാലറിയും ഓസ്ട്രേലിയയിലെ സാലറിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ നമ്മുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യും, പക്ഷെ യു കെയിൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യില്ല. അവർ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ളവർ പോയാലും അവർ നമ്മുടെ ബേസിക് സാലറിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എത്ര വർഷമായാൽ മാത്രമേ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം, എവിടെ എല്ലാ രാജ്യങ്ങളിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവർ സാലറി ചെയ്യുന്നത്. അപ്പോൾ യു കെയിൽ ഇപ്പം ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് വെച്ച് സാലറി നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് കയ്യിൽ മിച്ചം പിടിക്കാൻ, ജീവിച്ചു പോകാം എന്നല്ലാതെ കയ്യിൽ മിച്ചം പിടിക്കാൻ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അതും ഒരു വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. പക്ഷെ എല്ലാരും പറയും പോലെ സാലറി കൊണ്ട് മാത്രം, സാലറിയിലെ വ്യത്യാസമൊക്കെ ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. എല്ലാം കഴിഞ്ഞ്, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ അതും ഒരു ഫാക്ടർ തന്നെയായിരുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളത്. ഈ ഓസ്ട്രേലിയയില് ഞാൻ പറഞ്ഞു വന്നത് ടാക്സ് അല്ല, സാലറി വലിയ വ്യത്യാസമെന്ന് വെച്ചാൽ ചെലവില്ല എന്നൊന്നുമല്ല. സാലറി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെലവുണ്ട്. പിന്നെ ടാക്സ്, യു കെയിലെ ടാക്സ് വളരെ കൂടുതലായിരുന്നു. നമുക്ക് സാലറി കിട്ടിയാൽ തന്നെ ടാക്സ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ, നമ്മളിപ്പോ എന്നാ പിന്നെ ഈ മാസം ഒരു ഇച്ചിരി ഓവർ ടൈം ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർ ടൈം ഒക്കെ ചെയ്താൽ ടാക്സ് പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാനൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സാലറി പാക്കേജിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ടാക്സിൽ ഒരു ചെറിയ, വലിയ കുറവെന്നല്ല, എന്നാലും ഒരു ചെറിയ കുറവുണ്ട്. കമ്പയർഡ് ടു യു കെ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു PR, പെർമനന്റ് റെസിഡൻസി വിസ. ഓഫ് കോഴ്സ് നമ്മൾ യു കെയില് വർക്ക് വിസയിലായിരുന്നു. ഒരു 5-6 വർഷം കഴിയും നമുക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, പെർമനന്റ് റെസിഡൻസ് വിസ കിട്ടാൻ. അതുവരെ നമ്മൾ വർക്ക് വിസ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് റൂള് ചേഞ്ച് ചെയ്ത് ഒരു 7 ഇയേഴ്സ് അങ്ങാണ്ട് കഴിയണം എന്നൊക്കെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓസ്ട്രേലിയയില് ഭാഗ്യവശാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ PR വിസ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഓസ്ട്രേലിയ കൊടുക്കുന്നുണ്ട്. അതും ഒരു വലിയൊരു അട്രാക്റ്റീവ് ഫീച്ചർ ആയിരുന്നു. ഇനിയിപ്പം PR ആയിട്ട് വരുന്നവരല്ലെങ്കിൽ തന്നെ ഒരു 3 മന്ത് അല്ലെങ്കിൽ 6 മന്ത് 9 മന്ത് ഒക്കെ കഴിയുമ്പോൾ ഇവർ തന്നെ, എംപ്ലോയർ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് PR കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. അത് വളരെ, പെർമനന്റ് റെസിഡൻസി വിസ എന്ന് പറയുന്നത് ഒരു വലിയൊരു അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരത്ത്. കാരണം നമുക്കൊരു സെക്യൂരിറ്റി, ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി, കുറച്ചും കൂടി ഒരു സെക്യൂരിറ്റി നൽകുന്ന ഒരു ഫീച്ചർ ആയിരുന്നു അത്. ഒത്തിരി ഞങ്ങളെ അങ്ങ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ഫെസിലിറ്റി. ഇപ്പൊ യു കെയില് എല്ലാം NHS, അതായത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ആണ്. നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് വേണം, ഇപ്പൊ എത്ര എമർജൻസി ആണെങ്കിൽ പോലും ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ GP രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി അവരുടെ ആ ഓപ്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ആ ഒരു ടേൺ ആകുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടോ, നമ്മൾക്ക് എന്ത് കാശുണ്ടെങ്കിലും ഒന്നും ഒരു കാര്യമില്ല. കാരണം പബ്ലിക് ഹെൽത്ത് അത് ആ ടേൺ വരുമ്പോഴേ മാത്രമേ നടക്കുള്ളൂ. കാരണം അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇല്ല. ഇനിയിപ്പം അങ്ങ് ടൗൺ ഏരിയയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പ്രോപ്പർ ലണ്ടനിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങളൊന്നും താമസിച്ചെടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ ഒരു എമർജൻസി വന്നു, നമ്മളിപ്പം ക്യാഷ് ഉണ്ടെങ്കിൽ, നമ്മൾ എമർജൻസി ഒക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ് ചിന്തിക്കുക, ക്യാഷ് അല്ല ചിന്തിക്കുക, നമ്മൾ അതിനെ മാനേജ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ഇത് വന്നാൽ പോലും നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ പോലും അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈക്വലി, പബ്ലിക് ഹോസ്പിറ്റലിന്റെ അത്ര ഈക്വലി തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. നമ്മൾ കാശ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, കാശ് കൊടുക്കുന്നു, നമുക്ക് എന്താണോ ട്രീറ്റ്മെന്റ് വേണ്ടത് അത് നമുക്ക് അവൈലബിൾ ആണ്. അത് കുറച്ച് വളരെ ഒരു
അട്രാക്റ്റീവ് ഫീച്ചറായിരുന്നു. കാരണം അവിടെയൊക്കെ വന്ന് ഞാൻ പല ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോയി ചികിത്സിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ആ നാട്ടിൽ പോകാനുള്ളൊരു സിറ്റുവേഷൻ പോലും കിട്ടിയെന്ന് വരില്ല. അത് ഒരു വലിയ കൺസേൺ മാറ്റർ ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരു ഫാക്ടർ തന്നെയായിരുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഇതൊക്കെയാണ് മെയിനായിട്ട് 5 കാര്യങ്ങൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യാനുള്ളത്. ഇതും അല്ലാണ്ട് വേറെയും ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, മറ്റുള്ളവർക്കൊക്കെ പറയാനൊക്കെ. ഇതാണ് മെയിനായിട്ട് 5 ഫാക്ടേഴ്സ്. എന്നാൽ UK കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് ഡ്രോബാക്സ് ഇല്ലെന്നല്ല. വേറൊരു വീഡിയോയിൽ എന്തൊക്കെയാണ് ഡ്രോബാക്സുകൾ അതും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.